വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീം നായകൻ സുനിൽ ഛേത്രി ജൂൺ 6 നടക്കുന്ന കുവൈറ്റിനെതിരായ മത്സരത്തോടെ രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിക്കും. അനിൽ വാസുദേവ് ചേരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അനിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഇന്ത്യൻ ഫുട്ബോളിലെ ക്യാപ്റ്റൻ, ലീഡർ, ലെജൻഡ് സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ 6 നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കുവൈത്തിനെതിരായ മത്സരത്തോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നാണ് ഇപ്പോൾ സുനിൽ ഛേത്രി പുറത്തുവിട്ട വീഡിയോയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിവൈകാരികമായിട്ടാണ് അദ്ദേഹം തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ സുനിൽ ഛേത്രി വിരമിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിന് തന്നെ കനത്ത നഷ്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ കളിച്ച താരം, ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം, ഇങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിലെ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട പേരാണ് സുനിൽ ഛേത്രി എന്ന 39-കാരൻ്റേത്. 20 വർഷം നീണ്ട കരിയർ, ഐതിഹാസിക നിമിഷങ്ങൾ ഏറെയുണ്ട് ഈ കരിയറിൽ. 2005-ൽ പാകിസ്ഥാനെതിരെയായിരുന്നു സുനിൽ ഛേത്രിയുടെ അരങ്ങേറ്റം. അന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് സമനില ഗോൾ സമ്മാനിച്ചുകൊണ്ട് ഇന്ത്യയെ വലിയൊരു നാണക്കേടിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടാണ് സുനിൽ ഛേത്രി ആ കരിയർ തുടങ്ങുന്നത്. അന്ന് അവിടെ നിന്ന് ഒട്ടനവധി ഗോളുകൾ, ഒട്ടനവധി മത്സരങ്ങൾ, എത്രയെത്ര കിരീടങ്ങൾ, അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിന് അഭിമാനിക്കാവുന്ന ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് സുനിൽ ഛേത്രി ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് ആദ്യമായി 100 മത്സരങ്ങൾ കളിച്ച താരമാണ് സുനിൽ ഛേത്രി. 150 മത്സരങ്ങളാണ് ഇന്ത്യക്കായി അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 94 ഗോളാണ് ഇന്ത്യക്കായി നേടി. അദ്ദേഹം ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ടോപ്പ് സ്കോറാണ്. ഒപ്പം തന്നെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരങ്ങളിൽ 4-ാമനും, ഒപ്പം തന്നെ ആക്റ്റീവ് ഫുട്ബോളേഴ്സിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും മെസ്സിക്കും, അതായത് ആ 2 ഐക്കോണിക് പ്ലേയേഴ്സിന് പിന്നിലായി തന്നെയാണ് സുനിൽ ഛേത്രിയുടെ സ്ഥാനം. 4-ാം സ്ഥാനത്തെങ്കിലും ആക്റ്റീവ് ഫുട്ബോളേഴ്സിൽ 3-ാം സ്ഥാനത്താണ് 94 ഗോളുമായി സുനിൽ ഛേത്രി ഉള്ളത്. ഒരുപക്ഷെ അദ്ദേഹം 100 ഗോളിലൊക്കെ തന്നെ എത്തിയ ശേഷം വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സുനിൽ ഛേത്രിയുടെ രാജി. ഒരുപക്ഷെ ഈ ലോകകപ്പ് ക്വാളിഫയറിൻ്റെ എല്ലാ മത്സരങ്ങൾക്കും ശേഷമായിരിക്കും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുക എന്നൊക്കെ ഒരു വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അതിന് കാത്തു നിൽക്കാതെ സ്വന്തം മണ്ണിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു മത്സരത്തിൽ തന്നെ വിരമിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ജൂൺ 6 സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് ഈ കുവൈത്തിനെതിരായ മത്സരം. ഇന്ത്യക്ക് അതീവ നിർണായകമായ ഒരു മത്സരമാണ്. റൗണ്ട് 3-ലേക്ക് പോകണമെങ്കിൽ ഇന്ത്യക്ക് ഒരു ജയം അനിവാര്യമായ ഒരു മത്സരമാണ്. ഇന്ത്യ നിലവിൽ 2-ാം സ്ഥാനക്കാരായി നിൽക്കുകയാണ്. പക്ഷേ ഒരു പുതുതലമുറയ്ക്ക് വഴിമാറി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ സുനിൽ ഛേത്രി ഈ ഒരു മാറ്റം ഇല്ലെങ്കിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നത് പോലെ ഇന്ത്യൻ ടീമിനൊപ്പമുള്ള ക്യാമ്പ്, ഇപ്പോൾ ആ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ വളരെ എൻജോയ് ചെയ്ത് കളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഏറ്റവും നല്ല രീതിയിൽ തന്നെ വിരമിച്ച ടീമിനൊരു ജയം സമ്മാനിച്ച് 3 പോയിന്റ് സമ്മാനിച്ചുകൊണ്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് ഈ സുനിൽ ഛേത്രിയുടെ ഈ ഒരു വിരമിക്കൽ പ്രഖ്യാപനം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വേണോ?